ഹായ്, ഇന്നത്തെ വീഡിയോ കേരള സിലബസ് 9ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ 3ാമത്തെ ചാപ്റ്റർ കെമിക്കൽ ബോണ്ടിങ്. ഈ ചാപ്റ്ററിലെ അയണിക് ബോണ്ട്, കോവാലന്റ് ബോണ്ട് അങ്ങനെയുള്ള കെമിക്കൽ ബോണ്ടിങ്ങിനെ കുറിച്ചും ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അടുത്തത് കോവാലന്റ് ബോണ്ട്. ലെറ്റ് us examine the formation of fluorine molecule. Fluorine molecule നോക്കാം. The distribution of electrons of fluorine is given in the figure. അപ്പോൾ ഫിഗർ നോക്കാം. ഫ്ലൂറിൻ. അപ്പോൾ ഇവിടെ 2 1 2 3 4 5 6 7 2 7 ആണ്. അപ്പോൾ 9 പ്രോട്ടോൺ 10 ന്യൂട്രോൺ ഉണ്ട്. അതുപോലെ 9 പ്രോട്ടോൺ ഉള്ളപ്പോൾ 9 ഇലക്ട്രോണും ഉണ്ടാവും. 2 7 9 ഇലക്ട്രോൺ ആണ് നമ്മുടെ ഫ്ലൂറിൻ ആറ്റത്തിലുള്ളത്. ഹൗ മെനി ഇലക്ട്രോൺസ് ആർ ദെയർ ഇൻ ദ ഔട്ടർമോസ്റ്റ് ഷെൽ ഓഫ് ഫ്ലൂറിൻ? 7 ഇലക്ട്രോൺ നമ്മളിപ്പോൾ ഫിഗർ കണ്ടു. നെക്സ്റ്റ്, ഹൗ മെനി മോർ ഇലക്ട്രോൺസ് ആർ റിക്വയർഡ് ടു ഫോർ വൺ ഫ്ലൂറിൻ ആറ്റം ടു അറ്റൈൻ ഒക്ടറ്റ് കോൺഫിഗറേഷൻ? ഒരു ഫ്ലൂറിൻ ആറ്റത്തിന് എത്ര ഇലക്ട്രോൺ കൂടി വേണം? 7 ഇലക്ട്രോൺ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ളത്. ഒരു ഇലക്ട്രോണും കൂടെ കിട്ടിയാൽ അതിന് ഒക്ടറ്റ് കോൺഫിഗറേഷനിലേക്ക് എത്താൻ പറ്റും. അനലൈസ് ദ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ഇല്ലസ്ട്രേറ്റിംഗ് ദ വേ ഇൻ വിച്ച് ടു ഫ്ലൂറിൻ ആറ്റം ആർ ബോണ്ടഡ് ഇൻ ഫ്ലൂറിൻ മോളിക്യൂൾ. അപ്പോൾ നമുക്ക് നോക്കേണ്ട കാര്യം, ഒരു ഫ്ലൂറിൻ ആറ്റത്തിന് ഒരു ഇലക്ട്രോണിനെ വേണം, മറ്റൊരു ഫ്ലൂറിൻ ആറ്റം ഉണ്ടെങ്കിലും അതിനൊരു ഇലക്ട്രോൺ. അപ്പോൾ മറ്റൊരു എലമെന്റുമായിട്ട് ഇത് കമ്പൈൻ ചെയ്തെങ്കിലേ അവിടെ അയണിക് ബോണ്ടിന് സാധ്യതയുള്ളൂ. ഇനി ഫ്ലൂറിനും തമ്മിലാണ് കമ്പൈൻ ചെയ്യുന്നതെങ്കിൽ, രണ്ട് ഫ്ലൂറിൻ ആറ്റങ്ങൾ ചേർന്നിട്ട് ഫ്ലൂറിൻ മോളിക്യൂൾ ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അവിടെ അതിനെ ഷെയർ ചെയ്യാനേ പറ്റുള്ളൂ. വിട്ടുകൊടുക്കാൻ ആരുമില്ല, സ്വീകരിക്കാൻ ആരുമില്ല. അപ്പോൾ അതവിടെ ഒരു കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യണം. നമുക്ക് നോക്കാം. ഫ്ലൂറിൻ ആറ്റം ദാ ഇവിടെ 7 ഇലക്ട്രോൺ ഔട്ടർമോസ്റ്റ് ഷെല്ലുണ്ട്. ഇവിടെ ഈ ഫ്ലൂറിനും 7 ഇലക്ട്രോൺ ഔട്ടർമോസ്റ്റ് ഷെല്ലുണ്ട്. അപ്പോൾ ഇവിടെ ഫ്ലൂറിൻ ഈ കോമൺ ആയിട്ട് 2 ഇലക്ട്രോണിനെ അവർ ഷെയർ ചെയ്തുകൊണ്ട്, ഇപ്പോൾ ഈ ആദ്യത്തെ ഫസ്റ്റ് വട്ടത്തിൽ നോക്കുവാണെങ്കിൽ അവിടെ 8 ഇലക്ട്രോൺ ഉണ്ട്. രണ്ടാമത്തെ ഫ്ലൂറിനെ നോക്കുവാണെങ്കിൽ ഇവിടെ 8 ഇലക്ട്രോൺ ഉണ്ട്. അതായത് ഓരോ ഇലക്ട്രോൺ വീതം അവർ ഷെയർ ചെയ്ത് കോമൺ ആയിട്ട് ഫ്ലൂറിൻ മോളിക്യൂൾ ആയിട്ട് നിൽക്കുന്നു. ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ഒക്ടറ്റ് കോൺഫിഗറേഷൻ ഈസ് അറ്റൈൻഡ് ബൈ ദ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞ അയണിക് ബോണ്ടിൽ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ ചെയ്തുകൊണ്ടാണ് അവിടെ പുതിയ കോമ്പൗണ്ട് ഉണ്ടായത്, പുതിയ മോളിക്യൂൾ ഉണ്ടായത്. ഇവിടെ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ഒക്ടറ്റ് കോൺഫിഗറേഷൻ, ഒക്ടറ്റ് കംപ്ലീറ്റ് ആയേ പറ്റൂ, അതിനുവേണ്ടിയാണ് ഈ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്, ഈസ് അറ്റൈൻഡ് ബൈ ദ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോണിനെ ഷെയർ ചെയ്തുകൊണ്ടാണ് ഇവിടെ ഒക്ടറ്റ് കോൺഫിഗറേഷൻ കംപ്ലീറ്റ് ആവുന്നത്. ഹൗ മെനി ഇലക്ട്രോൺസ് ആർ ഡൊണേറ്റഡ് ബൈ ഈച്ച് ഫ്ലൂറിൻ ആറ്റം ഫോർ ഷെയറിംഗ്? 1 ഇലക്ട്രോൺ. ഓരോ ഫ്ലൂറിൻ ആറ്റവും ഓരോ ഇലക്ട്രോണിനെ ഷെയറിങ്ങിന് വേണ്ടി ഡൊണേറ്റ് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിനെ ഷെയർ ചെയ്തുകൊണ്ടാണ് ഫ്ലൂറിൻ മോളിക്യൂൾ ഉണ്ടാകും. ഹൗ മെനി പെയർസ് ഓഫ് ഇലക്ട്രോൺസ് ആർ ഷെയർഡ് ഇൻ ദ കെമിക്കൽ ബോണ്ടിങ് ഓഫ് ഫ്ലൂറിൻ മോളിക്യൂൾ? ഒരു പെയർ. ഓരോ ഇലക്ട്രോണിനെ രണ്ടുപേരും ഷെയർ ചെയ്യുന്നു. അങ്ങനെ 1 പെയർ ഓഫ് ഇലക്ട്രോൺ അങ്ങനെ ഷെയർ ചെയ്തിട്ടാണ് അവിടെ ഫ്ലൂറിൻ മോളിക്യൂൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇതിനെ സിംഗിൾ കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നു. ഒരു പെയർ ഓഫ് ഇലക്ട്രോണിനെയാണ് ഷെയർ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ നമ്മൾ സിംഗിൾ കോവാലന്റ് ബോണ്ട് എന്ന് പറയും. ദ കെമിക്കൽ ബോണ്ട് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് the sharing of electrons between the combining atoms is called covalent bond. The chemical bond formed as a result of, chemical bond എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? റിസൾട്ട് ഓഫ് the sharing of electrons between combining atoms is called a covalent bond. ഇലക്ട്രോണിനെ ഷെയർ ചെയ്തുകൊണ്ട് അവിടെ കെമിക്കൽ ബോണ്ട്, ഇലക്ട്രോണിനെ ഷെയർ ചെയ്തുകൊണ്ട് ആറ്റംസ് കമ്പൈൻ ചെയ്യുന്നു. അങ്ങനെ ഉണ്ടാകുന്ന കെമിക്കൽ ബോണ്ടിനെയാണ് കോവാലന്റ് ബോണ്ട് എന്ന് പറയും. ഇനി ഒരു കാര്യം കൂടി, ദി കോവാലന്റ് ബോണ്ട് ഫോംഡ് ബൈ ഷെയറിംഗ് ഓഫ് 1 പെയർ ഓഫ് ഇലക്ട്രോൺ ഈസ് എ സിംഗിൾ ബോണ്ട്. അവിടെ സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ദ കോവാലന്റ് ബോണ്ട് ഫോംഡ് ബൈ ഷെയറിംഗ് ഓഫ് 1 പെയർ ഓഫ് ഇലക്ട്രോൺ, ഓരോ ഇലക്ട്രോണിനെ മാത്രം ഷെയർ ചെയ്യുന്നു. ഷെയറിംഗ് ഓഫ് 1 പെയർ ഓഫ് ഇലക്ട്രോൺ ഈസ് എ സിംഗിൾ ബോണ്ട്. ദ കോവാലന്റ് ബോണ്ട് ഫോംഡ് ബൈ the sharing of 1 pair of electrons is a single bond. ഇനി അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ്. what is the atomic number of oxygen? ഓക്സിജൻ ആറ്റോമിനെ നമുക്കറിയാം 8 ആണെന്നറിയാം. ഇനി റൈറ്റ് ദ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ഓക്സിജൻ, അത് നമുക്കറിയാം 2 6. how many more electrons are required for 1 oxygen atom to attain the octet configuration? octet configuration attain ചെയ്യാൻ വേണ്ടി ഓക്സിജന് എത്ര ആറ്റം കൂടി വേണം, എത്ര ഇലക്ട്രോൺ കൂടി വേണം? അപ്പോൾ 2 6 ആണ്. അപ്പോൾ 6 കഴിഞ്ഞിട്ട് ബാക്കി ഒരു 2 കൂടെ കിട്ടിയാൽ 8 ഇലക്ട്രോൺ ആവും. അപ്പോൾ 2 ഇലക്ട്രോണും കൂടി വേണം ഓരോ ഓക്സിജനും. ഇവിടെ ഓക്സിജന്റെ കെമിക്കൽ ബോണ്ടിന് ഫിഗർ വന്നിട്ട് ഇവിടെ ഔട്ടർമോസ്റ്റ് ഷെൽ, ആദ്യത്തെ ഓക്സിജൻ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 6 ഇലക്ട്രോൺ, രണ്ടാമത്തെ ഓക്സിജനും ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 6 ഇലക്ട്രോൺ. അത് ബോണ്ട്
കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ഇവിടെ രണ്ട് പെയർ ഓഫ് ഇലക്ട്രോൺ 4 ഇലക്ട്രോൺ. അപ്പം ഈ ആദ്യത്തെ ഓക്സിജന്റെ 2 ഇലക്ട്രോണും രണ്ടാമത്തെ ഓക്സിജന്റെ 2 ഇലക്ട്രോണും അങ്ങനെ 2 പെയർ ഇലക്ട്രോണിനെ ഷെയർ ചെയ്തിട്ടാണ് ഓക്സിജൻ മോളിക്യൂൾ ഉണ്ടായത്. O2 മോളിക്യൂൾ ഓക്സിജൻ തമ്മിൽ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്ത് O2 മോളിക്യൂൾ ഉണ്ടായി. How many pairs of electrons are shared in the oxygen molecule? 2 pairs of electrons forming a double covalent. അപ്പൊ 2 പെയർ ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്ത് കഴിയുമ്പോൾ ഫോമിങ് എ ഡബിൾ കോവാലന്റ് ബോണ്ട്. ഓ ഡബിൾ ബോണ്ട് ആണ് ഇവിടെ ഉണ്ടാവും. എ ഡബിൾ ബോണ്ട് ഈസ് എ കോവാലന്റ് ബോണ്ട് ഫോംഡ് ബൈ ദ ഷെയറിംഗ് ഓഫ് 2 പെയർസ് ഓഫ് ഇലക്ട്രോൺ. നമ്മൾ ആദ്യം പറഞ്ഞ കേസിൽ ഒരു പെയർ ഇലക്ട്രോണിനെ ഷെയർ ചെയ്തിട്ടുള്ളായിരുന്നു, അതിനെ നമ്മൾ സിംഗിൾ ബോണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ 2 പെയർസ് ഓഫ് ഇലക്ട്രോണിനെ ഫോം ചെയ്തിട്ടുണ്ടാക്കുന്ന ഷെയർ ചെയ്തിട്ടുണ്ടാക്കുന്ന അങ്ങനെ ഫോം ചെയ്യുന്ന ബോണ്ടിനെയാണ് നമ്മൾ ഡബിൾ ബോണ്ട് എന്ന് പറയുന്നത്. ലുക്ക് അറ്റ് ദ ഇല്ലസ്ട്രേഷൻ ഓഫ് കെമിക്കൽ ബോണ്ട് ഇൻ നൈട്രജൻ മോളിക്യൂൾ. നൈട്രജൻ മോളിക്യൂളിന്റെ പ്രത്യേകത. ഇപ്പൊ നൈട്രജൻ ഇവിടെ 1, 2, 3, 4, 5 ഇലക്ട്രോൺ ആണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ. ഇവിടെയും നൈട്രജൻ 5 ഇലക്ട്രോൺ 1, 2, 3, 4, 5 ഇലക്ട്രോൺ ആണുള്ളത്. അപ്പോൾ പെയർ കൊണ്ട് കാര്യം നടക്കൂല. അതുപോലെ 2 ജോഡി ഇലക്ട്രോണിനെ ഷെയർ ചെയ്തുകൊണ്ട് കാര്യം നടക്കൂല. 3 ഇലക്ട്രോണിന്റെ കുറവുണ്ട്. രണ്ടാമത്തെ നൈട്രജന് 3 ഇലക്ട്രോണിന്റെ കുറവുണ്ട്. അപ്പോൾ 3 ഇലക്ട്രോണിനെ വെച്ച് ഷെയർ ചെയ്തെങ്കിൽ മാത്രമേ നൈട്രജൻ N2 മോളിക്യൂൾ ഉണ്ടാവണമെങ്കിൽ അവിടെ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ആ ഫിഗറിൽ നോക്കാം, ഡോട്ട് സെക്ഷനിൽ നോക്കാം. അവിടെ ആദ്യത്തെ ഇലക്ട്രോൺ 3 ഇലക്ട്രോണിനെ ഷെയർ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ഇലക്ട്രോണും 3 ഇലക്ട്രോണിനെ ഷെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ 3 പെയർസ് ഓഫ് ഇലക്ട്രോൺ ആണ് അവിടെ ഷെയർ ചെയ്തേക്കുന്നത്. ദ ഡയഗ്രം റെപ്രസെന്റ്സ് ദ ഫോർമേഷൻ ഓഫ് നൈട്രജൻ മോളിക്യൂൾ N2. ഈച്ച് നൈട്രജൻ ആറ്റം ഹാസ് 5 വാലൻസ് ഇലക്ട്രോൺസ്. അപ്പോൾ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 2, 5 ആണ് നൈട്രജന്റെ. അപ്പോൾ 5 വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഈച്ച് നൈട്രജൻ ആറ്റം നീഡ്സ് 3 മോർ ഇലക്ട്രോൺസ് ടു കംപ്ലീറ്റ്. ഒക്ടേറ്റ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി നൈട്രജന് 3 ഇലക്ട്രോൺ കൂടി ഓരോ നൈട്രജനും വേണം. ഈച്ച് നൈട്രജൻ ആറ്റം ഷെയർസ് 3 ഇലക്ട്രോൺസ് വിത്ത് അതർ നൈട്രജൻ ആറ്റം. ഓരോ മറ്റു നൈട്രജൻ ആറ്റമായിട്ട് 3 ഇലക്ട്രോൺ വീതം ഷെയർ ചെയ്യുന്നു. ആസ് എ റിസൾട്ട് 3 pairs of electrons are shared, forming a triple covalent bond. ഇവിടെ 3 pairs of electronനെ ഷെയർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ട്രിപ്പിൾ കോവാലന്റ് ബോണ്ട് അവിടെ ഫോം ചെയ്യുന്നു. How many pairs of electrons are shared in the nitrogen molecule? 3 pairs of electrons. Represent the covalent bond in hydrogen chloride using symbols. ഹൈഡ്രജൻ ക്ലോറൈഡിന്റെ കോവാലന്റ് ബോണ്ട് സിമ്പിൾ ഉപയോഗിച്ച് എഴുതാനാണ്, റെപ്രസെന്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഹൈഡ്രജൻ ക്ലോറൈഡ് ഹൈഡ്രജൻ 1 shared pair of electrons ഫോംസ് എ സിംഗിൾ കോവാലന്റ് ബോണ്ട്. ഹൈഡ്രജന് 1 ഇലക്ട്രോൺ ഉണ്ട്, ക്ലോറിന് 1 ഇലക്ട്രോണിന്റെ കുറവാണുള്ളത്, ഹൈഡ്രജന് 1 ഇലക്ട്രോണിന്റെ കുറവാണുള്ളത്. അപ്പോൾ അവർ തമ്മിൽ ഷെയർ ചെയ്യുവാണെങ്കിൽ ഒരു പെയർ ഇലക്ട്രോണിനെ ഷെയർ ചെയ്താൽ മതി, ഹൈഡ്രജൻ കൂടുതൽ ഇല്ലതാനും. അപ്പോൾ അതിനെയാണ് നമ്മൾ സിംഗിൾ കോവാലന്റ് ബോണ്ട് എന്ന് പറഞ്ഞത്. ആദ്യം നമ്മൾ പറഞ്ഞ കാര്യം തന്നെ സിംഗിൾ കോവാലന്റ്. റെപ്രസെന്റ് ദ ബോണ്ട് ഇൻ ഹൈഡ്രജൻ ഫ്ലൂറൈഡ്. ഇപ്പൊ ക്ലോറിനുമായിട്ട് പറഞ്ഞ അതുപോലെ തന്നെ ഹൈഡ്രജൻ ഫ്ലൂറൈഡിന്റെയും റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഹൈഡ്രജൻ ഫ്ലൂറൈഡ് HF. ഇതാ സിംഗിൾ ബോണ്ട് ആണ് F. കാരണം ഇവിടെ ഫ്ലൂറിനും വേണ്ടത് എന്താ, 1 ഇലക്ട്രോൺ മതി. ക്ലോറിന്റെ പോലെ തന്നെ ഫ്ലൂറിനും 1 ഇലക്ട്രോൺ മതി, ഹൈഡ്രജനും 1 ഇലക്ട്രോൺ മതി. അപ്പോൾ 1 പെയറേ ഉള്ളൂ. അതുകൊണ്ട് ഇതിനെ 1 shared pair of electrons forms a single covalent. How many covalent bonds are formed in the water molecule H2O? H2Oയിൽ എത്ര കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യണം? 2 കോവാലന്റ് ബോണ്ട്സ്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞത് സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് പറഞ്ഞു. അതുപോലെ ഇവിടെ H2O എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ഈ പേജിൽ പറഞ്ഞതല്ല, 2 വ്യത്യസ്ത എലമെന്റ്സ് ആയിരുന്നു. ആദ്യം നമ്മൾ O2 മോളിക്യൂൾസ് ഉണ്ടാകുന്ന കാര്യം പറഞ്ഞു, F2 മോളിക്യൂൾസ് ഉണ്ടാകുന്ന കാര്യം പറഞ്ഞു. അവിടെയെല്ലാം സെയിം എലമെന്റ് തന്നെയാണ് അത് മോളിക്യൂൾ ആയിട്ട് മാറുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എക്സാമ്പിളിലെല്ലാം ഒന്ന് ഹൈഡ്രജനും ക്ലോറിനും ആയിരുന്നു, ഹൈഡ്രജൻ ക്ലോറൈഡ്, അതുപോലെ ഹൈഡ്രജൻ ഫ്ലൂറൈഡ്, അത് ഹൈഡ്രജനും ഫ്ലൂറിനുമാണ്. അങ്ങനെയുള്ളതിന് സിംഗിൾ കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നു. ഇനി വാട്ടർ മോളിക്യൂളിന്റെ കാര്യത്തിൽ ഹൈഡ്രജന് ഒരാറ്റമേ ഉള്ളൂ, ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ ഒരു ഹൈഡ്രജൻ കൊണ്ട് തന്നെ ഓക്സിജന് വേണ്ടത് 2 ഇലക്ട്രോണിനെ. അപ്പോൾ 2 ഇലക്ട്രോണിനെ കൊടുക്കാൻ ഒരു ഹൈഡ്രജൻ കൊണ്ട് നടക്കൂല. അപ്പോൾ അവിടെ 2 ഹൈഡ്രജൻ ആറ്റംസ് വേണ്ടി വരും. അതാണ് H2O എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്തായാലും 2 കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യും. ഇവിടെ ഒരു സിംഗിൾ ബോണ്ട് ഓക്സിജൻ, പിന്നെ ഇവിടെ ഒരു സിംഗിൾ ബോണ്ട് H. സിംഗിൾ ബോണ്ടാണ് ഉള്ളത്, പക്ഷേ 2 സിംഗിൾ കോവാലന്റ് ബോണ്ട്സ് അവിടെ ഉണ്ടാവും. ഓക്സിജൻ ഫോംസ് 2 സിംഗിൾ കോവാലന്റ് ബോണ്ട്സ്, 1 വിത്ത് ഈച്ച് ഹൈഡ്രജൻ ആറ്റം. ഓരോ ഹൈഡ്രജൻ ആറ്റവുമായിട്ടും സിംഗിൾ കോവാലന്റ് ബോണ്ട്. അപ്പോൾ അങ്ങനെ ഫോം ചെയ്തിട്ടാണ് H2O വാട്ടർ മോളിക്യൂൾ ഉണ്ടാവുന്നത്. അപ്പോൾ അവിടെ എന്ത് വേണം, 2 സിംഗിൾ കോവാലന്റ് ബോണ്ട് ഉണ്ടെങ്കിലേ
H2O മോളിക്യൂൾസ് ഫോം ചെയ്യും. അതിന്റെ ഫിഗർ H, ഇവിടെ ഒരു ഇലക്ട്രോൺ, ഈ ഹൈഡ്രജൻ ഒരു ഇലക്ട്രോൺ, ഈ ഹൈഡ്രജൻ ഒരു ഇലക്ട്രോൺ, ഓക്സിജൻ ഇവിടെ 6 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഇനി ആ ഇപ്പോഴത്തെ ഫിഗറിലേക്ക് നോക്കാം. H, ഹൈഡ്രജന്റെ ഒരു ഇലക്ട്രോണും ഈ ഓക്സിജന്റെ ഒരു ഇലക്ട്രോണുമായിട്ട് ഷെയർ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു സിംഗിൾ കോവാലന്റ് ബോണ്ട് കിട്ടുന്നു. ഇനി റൈറ്റ് സൈഡിൽ നോക്കുക. ഇവിടുത്തെ ഹൈഡ്രജൻ ഒരു ഇലക്ട്രോൺ, ഇവിടുത്തെ ഓക്സിജന്റെയും ഒരു ഇലക്ട്രോൺ, ഇവിടെയും ഒരു സിംഗിൾ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്തു. ഇനി നമ്മൾ ഓരോന്ന് നോക്കി. ഹൈഡ്രജന്റെ മാത്രം നോക്കുവാണെങ്കിൽ ഹൈഡ്രജന് ഇപ്പോൾ 2 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഹൈഡ്രജൻ ഒക്ടറ്റ് കംപ്ലീറ്റ് ആയെന്ന് പറയാൻ പറ്റില്ല, കാരണം ആദ്യത്തെ ഷെല്ല് നമുക്ക് 2 ഉൾക്കൊള്ളിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എങ്കിലും ആ ഷെല്ല് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഹൈഡ്രജൻ ഇവിടെ സ്റ്റെബിലിറ്റി കിട്ടി. അതുപോലെ ഈ ഹൈഡ്രജന്റെ മാത്രം നമ്മൾ ഈ സർക്കിൾ മാത്രം നോക്കുക, ഹൈഡ്രജന്റെ മാത്രം നോക്കുക. അവിടെ എന്തായി? ഹൈഡ്രജൻ 2 ഇലക്ട്രോണെ കിട്ടിയിട്ടുണ്ട്. ഓക്സിജനായിട്ട് ഷെയർ ചെയ്താണ്, പക്ഷേ 2 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഹൈഡ്രജനും. ഇനി ഓക്സിജന്റെ കേസിൽ നോക്കുക. ഈ നടുക്കത്തെ വലിയ റൗണ്ട് നോക്കുക. 2, 2, 4, 2, 6, 2, 8. ഹൈഡ്രജന്റെ കൂടെ ഷെയർ ചെയ്തിട്ടാണ്, എങ്കിലും ഓക്സിജന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലും 8 ഇലക്ട്രോൺ കിട്ടി. അപ്പോൾ ഓക്സിജനും ഇവിടെ സ്റ്റേബിൾ ആണ്. Compounds formed by covalent bonding are called covalent compounds. When non-metals combine together, usually covalent compounds are formed. അപ്പോൾ ഈ കോവാലന്റ് ബോണ്ട് വഴി നമ്മൾ നേരത്തെ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു, ഷെയറിങ് അല്ലെങ്കിൽ വിട്ടുകൊടുക്കുന്നു, സ്വീകരിക്കുന്നു, അതുവഴി ഉണ്ടാകുന്ന അയണിക് ബോണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ കോമ്പൗണ്ട്സ് ഫോംഡ് ബൈ കോവാലന്റ് ബോണ്ടിങ്. അപ്പോൾ ഷെയർ ചെയ്യുന്നുണ്ട്, കോവാലന്റ് ബോണ്ടിങ് വഴി ഫോം ചെയ്യുന്ന കോമ്പൗണ്ട്സ് ഫോംഡ് ബൈ കോവാലന്റ് ബോണ്ടിങ് ആർ കോൾഡ് കോവാലന്റ് കോമ്പൗണ്ട്സ്. അങ്ങനെയുള്ളതിനാണ് കോവാലന്റ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. വെൻ നോൺ മെറ്റൽസ് കമ്പൈൻ ടുഗദർ, യൂഷ്വലി കോവാലന്റ് കോമ്പൗണ്ട്സ് ആർ ഫോംഡ്. അപ്പോൾ നോൺ മെറ്റൽസ്, മെറ്റൽസിനൊക്കെയാണ് ഇലക്ട്രോണെ വിട്ടുകൊടുക്കാൻ പറ്റും. അപ്പോൾ നോൺ മെറ്റൽസ് ആണെങ്കിൽ കമ്പൈൻ ടുഗദർ, അത് കൂടി ചേർന്ന് നമുക്ക് യൂഷ്വലി സാധാരണയായിട്ട് ആ സംഭവം എന്തായാലും എല്ലാം കോവാലന്റ് കോമ്പൗണ്ട്സ് ആയിരിക്കും ഉണ്ടാവുക. ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോവാലന്റ് കോമ്പൗണ്ട്സ്. കോവാലന്റ് നമ്മൾ നേരത്തെ അയണിക് ബോണ്ട് പറഞ്ഞ പോലെ തന്നെ കോവാലന്റ് ബോണ്ടിന്റെ കോവാലന്റ് കോമ്പൗണ്ട്സ് എക്സിസ്റ്റ് ഇൻ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗേഷ്യസ് സ്റ്റേറ്റ്. ഈ 3 അവസ്ഥയിലും കോവാലന്റ് കോമ്പൗണ്ട്സ് നീക്കാൻ പറ്റും. കോവാലന്റ് കോമ്പൗണ്ട്സ് എക്സിസ്റ്റ് ഇൻ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗേഷ്യസ് സ്റ്റേറ്റ്. ഖരാവസ്ഥയിലും ദ്രാവകാവസ്ഥയിലും വാതകാവസ്ഥയിലും കോവാലന്റ് കോമ്പൗണ്ട്സിന് നിലനിൽക്കാൻ പറ്റും. ദേ ആർ ജനറലി ഇൻസൊല്യൂബിൾ ഇൻ വാട്ടർ. ഓർത്തിക്കേണ്ട പ്രത്യേകം, ദേ ആർ ജനറലി ഇൻസൊല്യൂബിൾ ഇൻ വാട്ടർ. വെള്ളത്തിൽ ലയിച്ച് ചേരാത്ത വസ്തുക്കളായിരിക്കും സാധാരണ കോവാലന്റ്. ദേ ആർ സൊല്യൂബിൾ ഇൻ ഓർഗാനിക് സോൾവെന്റ്സ് ലൈക്ക് കെറോസിൻ, കാർബൺ ടെട്രാക്ലോറൈഡ്, ബെൻസീൻ എക്സെട്ര. പച്ചവെള്ളത്തിൽ ഡിസോൾവ് ആകൂല, ലയിച്ച് ചേരാൻ ചാൻസ് ഇല്ല. പക്ഷേ ദേ ആർ സൊല്യൂബിൾ ഇൻ ഓർഗാനിക് സോൾവെന്റ്സ് ലൈക്ക് കെറോസിൻ, കാർബൺ ടെട്രാക്ലോറൈഡ്, ബെൻസീനോ കാർബൺ ടെട്രാക്ലോറൈഡോ മണ്ണെണ്ണോ അങ്ങനെ പോലുള്ള സാധനങ്ങളിൽ ആണ് ഇത് ഡിസോൾവ് ആകുക. ദർ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്സ് ആർ യൂഷ്വലി ലോ. നമ്മൾ അയണിക് ബോണ്ട് കാര്യത്തിൽ പറഞ്ഞപ്പോൾ ഹൈ മെൽറ്റിംഗ് പോയിന്റ്, ഹൈ ബോയിലിംഗ് പോയിന്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ദർ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ആർ യൂഷ്വലി ലോ. എന്തിന്റെ? കോവാലന്റ് കോമ്പൗണ്ട്സിന്റെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും വളരെ ചെറുതായിരിക്കും. വളരെ ചെറിയ ടെമ്പറേച്ചറിൽ തന്നെ അത് മെൽറ്റ് ആവാനും ബോയിൽ ആവാനുള്ള ചാൻസ്. ദേ ആർ നോട്ട് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. കറന്റിനെ കടത്തിവിടുന്ന സാധനങ്ങളല്ല കോവാലന്റ് കോമ്പൗണ്ട്സ്. ജനറലി ദേ ആർ നോട്ട് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി.